ഒന്നുകിൽ വെടിവെക്കാൻ അമിത്ഷാ നിർദ്ദേശം നൽകി, അല്ലെങ്കിൽ വെടിവെപ്പ് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പരാമർശിക്കുന്നത്. ഇനി വെടിവെപ്പ് വെക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്നും കൂടി രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. एक ऑप्शन की होम मिनिस्टर ने ऑर्डर दिया, इसको नीचे करिए. दूसरा ऑप्शन की होम मिनिस्टर को मालूम नहीं था. इन फर्स्ट केस ही इज कल्पेबल, इन सेकंड केस ही इज इनकॉम्पिटेंट. अरे भाई किसका मुंह है? इट कैन ओनली बी वन ऑफ टू. तीसरा तो हो नहीं सकता. या होम मिनिस्टर को मालूम ही नहीं था कि गोली चल रही है, उसका मतलब है कि इज इनकॉम्पिटेंट. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമിത്ഷാ വെടിവെക്കാൻ പറഞ്ഞോ? CJP സമരത്തിൽ വെടിവെപ്പ് നടന്നിട്ടുണ്ടോ? എന്റെ അറിവിലില്ല, നിങ്ങളുടെ അറിവിലുണ്ടോ? എന്ത് തന്നെ ആണെങ്കിൽ ഒരു കാര്യം നമുക്ക് പറയാം, വെടിവെപ്പ് ഇവർ സ്വപ്നം കണ്ടിരുന്നു എന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. മല്ലികാർജുൻ ഖാർഗെയുടെ ബർത്ത്ഡേ ആണ്, നമുക്കത് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയായ VD സതീശനും കർണാടകയിലെ മുഖ്യമന്ത്രിയായ DK ശിവകുമാറിനെയും ഇവർ വിളിച്ചു വരുത്തി. ബാക്കിയുള്ള MPമാരൊക്കെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുന്നത് കൊണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ VD സതീശൻ DK ശിവകുമാറും വന്നു കഴിഞ്ഞപ്പോൾ നേരെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ കേക്ക് കട്ടിംഗ് ഒന്നുമില്ല, ഇവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നുമില്ല, നമ്മളിപ്പോ ജന്തർ മന്ദിറിൽ CJP പിള്ളേര് സമരം ചെയ്യുകയാണല്ലോ, അപ്പോൾ അതിൽ കുറച്ചും കൂടി ഒരു ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഇരുന്ന് കുത്തിയിരിപ്പ് സമരം നടത്താമെന്ന് പറഞ്ഞു. കേട്ട പാതി കേൾക്കാതെ പാതി എല്ലാവരും രാഹുൽ ഗാന്ധിയുടെ പുറകെ പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിൽ പോയി കുത്തിയിരിപ്പ് സമരം നടത്താൻ ആരംഭിച്ചു. നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ എന്ന് പറയുമ്പോൾ അതീവ സുരക്ഷിതമായിട്ടുള്ള സ്ഥലമാണ്, സുരക്ഷ ഒരുപാട് വേണ്ട സ്ഥലമാണ്. അവിടെ സമരം നടത്തണമെങ്കിൽ പ്രത്യേകമായിട്ടുള്ള അനുമതിയൊക്കെ ലഭിക്കണമെന്നാണ് ഇവിടെയുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ പ്രത്യേകമായിട്ടുള്ള ഒരു അനുമതി ലഭിച്ചില്ല. താൻ പ്രതിപക്ഷ നേതാവാണ്, താൻ മുന്നിൽ നിന്ന് നയിച്ചു കഴിഞ്ഞ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടോ എന്തോ അതോ മറ്റൊരു വെടിവെപ്പ് സ്വപ്നം കണ്ടിട്ടാണോ എന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾ, അതായത് അവിടുത്തെ കോൺഗ്രസിന്റെ MPമാരെല്ലാം രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം അനുസരിച്ച് കുത്തിയിരിപ്പ് സമരം നടത്തി. ആവശ്യങ്ങൾ മാറി. കാരണം CJP പാർട്ടി മുന്നോട്ട് വെച്ച ആവശ്യം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണെങ്കിൽ ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണമെന്നാണ് അവർ ഉന്നയിച്ച വാദം. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ പിക്ചറിലേ ഇല്ല, ചിത്രത്തിലേ ഇല്ല. ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജി മാത്രമാണ്. അതിന് പ്രതിഷേധിച്ചാണ് പിന്നെ അവിടെ കുത്തിയിരിപ്പ് സമരങ്ങളൊക്കെ തുടങ്ങിയത്. ആ ഫേസ് നമ്മളെ ഓരോരുത്തരുടെയും മുഖഭാവം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ പൂക്കി മുഖ്യമന്ത്രിയായ VD സതീശൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മുതൽ 100 വോൾട്ടേജ് തിരിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാ. പെട്ടെന്ന് ശരിയൊക്കെ അങ്ങ് മങ്ങിപ്പോയ ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. കാരണം പറ്റിക്കപ്പെട്ടു പോയതാണ് അവിടെ. ഇതിനിടയ്ക്ക് എവിടെയാണ് വെടിവെപ്പ് നടത്തിയെന്ന് എന്റെ അറിവിലില്ല. പക്ഷെ വെടിവെപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് അത്രയും ആളുകൾ കൂടി നിന്ന് സമരം ചെയ്തത്. പക്ഷേ അന്ന് രാഹുൽ ഗാന്ധിനെയൊക്കെ പിടിച്ചു മാറ്റിക്കൊണ്ടൊക്കെ പോയിരുന്നു. കാരണം പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരുന്നു. രാഹുൽ ഗാന്ധിയെ, പ്രിയങ്ക ഗാന്ധിയെ, ബാക്കിയുള്ള എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു സാഹചര്യത്തില് അവിടെ വെടിവെപ്പ് വെച്ചിട്ട് അത് 1-2 രക്തസാക്ഷികളെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരാക്കം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള പൊറാട്ട് നാടകം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അത് വെടിവെപ്പ് നടത്താത്തതിന്റെ ഒരു ആശങ്കയിലും ഇവരുടെ പ്ലാനിങ് ഒന്നും സെറ്റ് ആകാത്തതിന്റെ ഒരു ആശങ്കയിലുമാണ് ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വന്നിട്ട് പറയുന്നത് അമിത്ഷായാണ് വെടിവെക്കാൻ ഒന്നില്ലെങ്കിൽ ഓർഡർ നൽകിയത്, അല്ലെങ്കിൽ അമിത്ഷാ ഇത് അറിഞ്ഞിട്ടില്ല. രണ്ടാണെങ്കിലും ആദ്യത്തെ പറഞ്ഞതാണെങ്കിൽ അമിത്ഷാ ചെയ്ത് ഭയങ്കര തെറ്റ് തന്നെയാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരമാകാൻ വേണ്ടി നിന്നിട്ട് ഇന്നലെ 2 ദിവസമായിട്ട് പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സാക്കാൻ വേണ്ടി കേന്ദ്രം നടക്കുകയാണ്. പക്ഷെ ആദ്യമേ ഇവർ പറഞ്ഞത് ഞങ്ങൾ ആ ബില്ല് പാസ്സാക്കിക്കോളാം എന്നാണ് പറഞ്ഞത്. അത് പരീക്ഷാ ബില്ലാണ്. അതായത് നമ്മളുടെ ഈ നീറ്റ് എക്സാം പോലുള്ള എക്സാമിൽ വല്ല സ്കാമും നടന്നു കഴിഞ്ഞാൽ, കാരണം വേറൊന്നുമല്ല, ആ ബില്ലിൽ പറയുന്നതിന് നീറ്റ് എക്സാം സ്കാമുമായി ബന്ധപ്പെട്ട് ഇനി ഒരു പേപ്പർ ചോർച്ച ഇവിടെ ഉണ്ടാവരുത്, ഒരു കുട്ടികളും ഇവിടെ ആത്മഹത്യ ചെയ്യരുത്, ഇതിന്റെ പേരിൽ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ പോലും ഇവിടെ വിലപിക്കരുത്. കേന്ദ്രം ഒരു ബില്ല് പാസ്സാക്കാൻ വേണ്ടി തീരുമാനിച്ചു. പൊതുപരീക്ഷാ ബില്ലാണത്, അതായത് ആന്റി പേപ്പർ ലീക്ക് ബില്ലാണത്. ഇത് 2024 ഓൾറെഡി പാസ്സായതായിരുന്നു. ഭേദഗതി ചെയ്തിട്ട് ഒരു ബില്ല് വരികയാണ് 2026. എന്താണ് ഇതിന്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 3 വർഷവും 5 വർഷവുമായിരുന്നു തടവെങ്കിൽ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം വരെ തടവ് മസ്റ്റാണ്. പിഴ എന്ന് പറയുന്നത് 2024 നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ പിഴ എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ തൊട്ട് 10 ലക്ഷം രൂപ വരെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിന്റെ പിഴ എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണ്. മാത്രമല്ല ഒരു കേസ് റിപ്പോർട്ട് ചെയ്താൽ മാക്സിമം ഒരു 3 മാസത്തിനുള്ളിൽ അതിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് മാക്സിമം പെട്ടെന്ന് തന്നെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വിധി അതിൽ പറഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതി പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബില്ലും കൂടിയാണ് ഈ പാസ്സാക്കുന്നത്. പക്ഷേ ബില്ല് അവതരിപ്പിച്ചു. ഇവരെന്ത് ചെയ്ത അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ആദ്യമേ ഇവർ പാസ്സാക്കിക്കോളാം, കാരണം ഞങ്ങളും കൂടാം, ഇത് പിള്ളേരുടെ ആവശ്യമല്ലേ എന്ന് പറഞ്ഞു.
പുറമെ പാർലമെന്റിന് പുറമെ ജന്തർ മന്ദിറിൽ പോയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്ന് പറയുകയും പാർലമെന്റിലേക്ക് തിരികെ കയറുമ്പോൾ നേരെ ഇവർ എതിർക്കുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് ഇവരുടെ രാഷ്ട്രീയം. ഇതാണ് പണ്ട് തുടങ്ങി കോൺഗ്രസ്സുകാർ ഇങ്ങനെയാണ്. കാരണം വാക്കിന് വ്യവസ്ഥ എന്താണെന്ന് അറിയുകയില്ല. ഇതിനിടയ്ക്ക് നമ്മളൊരു വാർത്ത കൂടെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് CJP പാർട്ടിയുടെ വാട്സപ്പ് ഗ്രൂപ്പായ സൻസദ് എന്നുള്ളൊരു ഗ്രൂപ്പിൽ വന്നൊരു കാര്യമാണ്. അതിലുണ്ട് പിന്നെ അതുപോലെ CJP പാർട്ടിയുടെ മറ്റ് അനുയായികളുണ്ട്, കോൺഗ്രസിന്റെ ആൾക്കാരുണ്ട്, പല തീവ്രവാദ ശക്തികളെല്ലാം കൂടിയുള്ള ഒരു ഗ്രൂപ്പായിരുന്നു അത്. ആ ഗ്രൂപ്പിൽ വന്ന പ്രധാനപ്പെട്ട ഒരു ചാറ്റാണ്, ഇങ്ങനെ സമരം നടക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് രണ്ട് രക്തസാക്ഷികൾ ഉണ്ടായിക്കാൻ ഒന്നും കൂടി ഈ സമരം അങ്ങ് ക്ലച്ച് പിടിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം രക്തസാക്ഷികളെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കൂ. രക്തസാക്ഷികളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ സമരത്തിൽ തന്നെ ഒരു നേട്ടമാണെന്നുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു ചാറ്റ് വരെ ലീക്ക് ആയതാണ്. അപ്പോൾ CJP പാർട്ടിക്കുള്ളിൽ തന്നെ ലീക്കിംഗ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ പറയൂ, യഥാർത്ഥത്തിൽ ഇവർക്ക് പിള്ളേരുടെ ഭാവിക്ക് വേണ്ടിയാണ് ഇവർ ശബ്ദിക്കുന്നത്, അതോ ഈ ഗവൺമെന്റിന്റെ താഴെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇവർ ശബ്ദിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ ഒരു അഴിമതി നടന്നപ്പോൾ, അതായത് പേപ്പർ ചോർച്ച സമാനമായിട്ട് നടന്നപ്പോൾ ഇവരെന്താ മിണ്ടാത്തത്? RPSC എക്സാമിന്റെ പേപ്പർ ചോർച്ച നടന്നപ്പോൾ ഇവരെന്തുകൊണ്ട് ശബ്ദിച്ചില്ല? അതങ്ങ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമല്ലേ എന്ന് ഓർത്തിട്ടാണ് ഇവർ മിണ്ടാതിരിക്കുന്നത്. ഇനി ആം ആദ്മി പാർട്ടി, പഞ്ചാബിൽ ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയാണ്, അവിടെ ഒരു പേപ്പർ ലീക്ക് ഉണ്ട്. ആ പേപ്പർ ലീക്കിന്റെ കാര്യം ഇവർ മിണ്ടുന്നേയില്ല. ഇന്ത്യ സഖ്യം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്ത് തരം വാർത്തകൾ വന്നാലും, പേപ്പർ ലീക്ക് വന്നാലും, മറ്റ് അഴിമതികൾ വന്നാലും ഇവരാരും മിണ്ടുകയില്ല. ഉദാഹരണത്തിന് കേരളത്തിൽ തന്നെ PSC ക്രമക്കേട് നടന്നു, ബന്ധു നിയമനവും അതേപോലെ പിൻവാതിൽ നിയമനവും ഒക്കെ നടന്നു. ഇതിൽ ശബ്ദിക്കാനായിട്ട് ആരുമില്ല. പറയുമ്പോൾ വയനാട് MP ആണ് ആര്? നമ്മുടെ പ്രിയങ്ക ഗാന്ധി. ഒരു MP സംസാരിച്ചൂടെ എന്ന് ചോദിച്ചാൽ MP ഇവിടെ ഇല്ലല്ലോ. കാരണം വയനാട്ടിലൊരു ദുരന്തം വന്നിട്ട് പോലും MP ഇവിടെ വരാത്ത MP ആണ്. എന്നിട്ട് കഴിഞ്ഞ വർഷം ഇതേപോലെ 2024 വയനാട്ടിൽ ഒരു ദുരന്തം വന്നു കഴിഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 100 വീട് ഞാൻ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതാണ് രാഹുൽ ഗാന്ധി. അന്ന് അങ്ങനെ പറഞ്ഞു പോയ പോക്കാണ്. പിന്നെ പ്രിയങ്ക ഗാന്ധി വന്ന ശേഷം കൊടുത്തത് കലണ്ടറാണ്. എന്ത് കലണ്ടറാണ് അതിൽ? ആ കലണ്ടറിൽ പ്രിയങ്ക ഗാന്ധി വന്നിട്ട് കുന്നും മലയും കയറാൻ പോയതിന്റെ ഫോട്ടോസ് മാത്രം അച്ചടിച്ച് വന്നിട്ട് ചുമ്മാ ഒരു PR വർക്ക് എന്ന നിലയിൽ കൊടുത്ത ഫോട്ടോസ് ആണ് ആ കലണ്ടറായിട്ട് കൊടുത്തിരിക്കുന്നത്. വീടില്ലാത്തവരെ, ചുവരില്ലാത്തവരെ എങ്ങനെയാണ് കലണ്ടർ നോക്കുക? അപ്പൊ നിന്ന് പുച്ഛിക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയാണോ ഒരു MP ചെയ്യേണ്ടത്? കാരണം പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇപ്പോൾ വലിയ രീതിയിൽ വിമർശനം നേരിടാൻ പോവുകയാണ്. കാരണം പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ഇഡിയറ്റ് പരാമർശം നല്ല രീതിക്ക് വിമർശനം നേരിടുന്നുണ്ട്. കാരണം പാർലമെന്റിൽ നിന്നും ആ ഇഡിയറ്റ് പരാമർശം നീക്കം ചെയ്യണമെന്നാണ് ഇപ്പോൾ ഭരണപക്ഷം ആവർത്തിക്കുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെ ബഹുമാനിക്കാത്തവരെ നിങ്ങൾ എന്തു വിളിക്കും എന്ന് പ്രതിഷേധത്തിനിടെ കണ്ട ഒരു പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ ഇഡിയറ്റ് എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ മറുപടി. രാഹുൽ ഗാന്ധി സഭയിൽ ഇത് വ്യക്തമാക്കി. ഇതോടെ ഭരണപക്ഷ അംഗങ്ങൾ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തുകയും സഭയിൽ വൻ ബഹളം തുടങ്ങുകയും ചെയ്തു. എന്നാൽ താൻ സഭയിലെ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ലെന്നും ഒരു കുട്ടിയുടെ വികാരമാണ് സഭയിൽ പങ്കുവച്ചതെന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞ രാഹുൽ ഒരു കുട്ടി സ്റ്റോറി പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നത്, അന്ധഭക്തന്മാരെ എല്ലാം ഇഡിയറ്റ് എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാക്കും വിശ്വസിച്ച് ഭാവി പ്രധാനമന്ത്രി പട്ടം സ്വപ്നം കണ്ടു നടക്കുന്ന ഇവിടെയുള്ള കേരളത്തിലുള്ള കുറച്ച് അന്ധഭക്തന്മാരെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക എന്നാണ് നമുക്ക് അറിയാൻ പാടില്ലാത്തത്. പിള്ളേരുടെ ഒപ്പമാണെന്ന് ഒരു ടൈറ്റിൽ കാർഡ് കൊടുത്തിട്ട് പിള്ളേർക്കെതിരെ നിന്ന് പൊറാട്ട് നാടകം കളിക്കുന്ന ജോലിയാണ് തലമുറകളായിട്ട് കോൺഗ്രസ് ചെയ്തു വന്നിരിക്കുന്നത്.